സൗദി അറേബ്യയിൽ ഒരു ചരിത്രവും അവിടുത്തെ രാജാവിനൊരു ചരിത്രവും ഒന്നുമില്ല. ഖത്തറിലൊന്നും ഇല്ല. അവിടെ മീനെ പിടിച്ച് നടന്നിരുന്ന അവിടുത്തെ ശരിക്കും പറഞ്ഞ വേട്ടാവളിയന്മാരെന്ന് പറയുന്നവന്മാരെ എല്ലാം പിടിച്ച് രാജാക്കന്മാരാക്കി മാറ്റിയതൊക്കെ ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരോട് ചേർന്നുണ്ടാക്കിയതാണ്. അവർ പ്രോപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വന്തമായ അസ്തിത്വമോ വ്യക്തിത്വമോ ഇല്ല. പക്ഷെ അൺപ്രൊവോക്ഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, അമേരിക്കയുടെ താവളം ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ലൈനിലാണ്. അവരുടെ രാജ്യത്തേക്ക് ഇറാൻ ആക്രമിച്ചു എന്നുള്ള ലൈനിലാണ് പറയുന്നത്. ഇസ്രയേലിൽ അവിടെ ചോസൻ ഫ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അയാൾ നടത്തുന്നു. ഇവിടെ ഹിന്ദുത്വ മുന്നണി ഉണ്ടാക്കിയെടുത്ത് അതിനകത്ത് ക്ഷേത്രം നടത്തുന്ന പൂജാരിയായിട്ട് അഭിനയിക്കുന്ന മോദിയും, അവിടെ ഹല്ലേലൂയ പാടി ഇരിക്കുന്ന ട്രംപും, അത് എപ്സ്റ്റീൻ ഫയലിനകത്തൊക്കെ ഇരിക്കുന്ന പാർട്ടികളാണ് ഇതെല്ലാം. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം 2 ആഴ്ച നിർത്തിവെച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹോർമോസ് കടലിടുക്കിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കും എന്ന് പറയുന്നു. ഇതൊക്കെ അമേരിക്ക നടത്തുന്ന വെറും ഒരു ഡ്രാമയാണോ, അതോ റിയലി അവർക്ക് ഇത് നിർത്താൻ ആഗ്രഹമുണ്ടോ? എന്താണ് മൈത്രേന് തോന്നിയിട്ടുള്ളത്? അവർക്ക് ആ യുദ്ധത്തിനകത്ത് വലിയ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഡാമേജിങ് ആയി മാറിയിട്ടുണ്ട്. അവരിപ്പം ഇറാനിലുള്ള എല്ലാ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ അവർ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത് വളരെ അണ്ടർഗ്രൗണ്ടിലൊക്കെ ആയത് കാരണം കൊണ്ട് അതൊന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആധുനിക ആയുധങ്ങൾ ഇറാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ഡ്രോൺ അതുപോലെ ഈ മിസൈലും ഒക്കെ ഉണ്ടാക്കുന്നതിനകത്ത് പുതിയ നൂതന ടെക്നോളജി അവരുടെ സ്വന്തം സാധനമുണ്ട്. ഒപ്പം റഷ്യക്കാരുടെയും ചൈനക്കാരുടെയും ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അമേരിക്കൻ പ്ലെയിനുകളൊക്കെ അവർക്ക് വെടിവെച്ചിടാനൊക്കെ പറ്റി അതൊന്നും ഒരിക്കലും കഴിയുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ്. അപ്പം അത് മാത്രമല്ല, ഇവരയച്ച അത്രയും മിസൈലുകൾക്ക് മറുപടിയായിട്ട് ഇവർ തിരിച്ചു അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞു എന്ന് എത്ര തവണ പറഞ്ഞിട്ടും കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് ഒന്ന് അവിടുന്ന് അങ്ങ് നിർത്തി പോരാനായിട്ട് അമേരിക്കക്ക് കഴിയാതെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം പോരുക എന്നുള്ളതൊന്നും ഇല്ല, കഴിയുന്ന അത്രയും അവർ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ അജണ്ടയാണ്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഇറാനോട് അല്ല അവരുടെ യഥാർത്ഥ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ചൈനയോടും ആ ചൈനയിലേക്ക് ഓയിൽ കിട്ടുന്ന സാധനം ഇല്ലാതാക്കുക എന്ന് പറയുന്നതൊക്കെ അവരുടെ ആകെയുള്ള ജനറൽ പൊളിറ്റിക്സിന് ആവശ്യമാണ്. അപ്പം അത് നടന്നിട്ടില്ല. ഇപ്പൊ ഇവര് ഹോർമൂസ് കടലിടുക്കിനകത്ത് ഇറാൻ കാശ് വാങ്ങി വിടുന്ന സമയത്ത് വരുമാനം ഉണ്ടാക്കുകയും അവർക്ക് ന്യായമായിട്ട് അവർ പറയുന്ന അവർ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട സാധനത്തിനുള്ള കാശ് അവിടുന്ന് അവർ കളക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ ലോകവ്യാപകമായിട്ടുള്ളവർ മുഴുവനും അമേരിക്കയ്ക്ക് പരോക്ഷമായ സപ്പോർട്ട് കൊടുത്തവരെല്ലാം ഇതിന് വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും കാണാം. ഇത് എല്ലാവർക്കും ഇറാന്റെ ഓയിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ഓയിലും അതിനകത്തോടെ തന്നെ കൊണ്ടുവരണമല്ലോ. ദോഹയെന്നായാലും ശരി, അത് സൗദി അറേബ്യയിൽ നിന്നായാലും ശരിയൊക്കെ ഓയിൽ കൊണ്ടുവരുന്നതിന് ആ ഏരിയ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു സ്ഥിരം കാശ് വാങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൂയസ് കനാൽ പോലെ പനാമ കനാൽ പോലെയൊക്കെ ആയി മാറും എന്ന് കാണുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് തടയിടണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇവർ ഈ ഹോർമൂസ് കടലിന്റെ പുറയില് ഇറാന്റെ സാധനങ്ങൾ വന്നാൽ അത് തടയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കപ്പൽ പടയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനം അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചെയ്യുന്നു എന്ന് പറയുമ്പം ചൈനക്കാരുടെ ഒരു കപ്പൽ കടന്നുപോയി എന്ന് പറഞ്ഞ് ഡിസ്കഷൻ ഉണ്ട്. ഇത് രണ്ടും വ്യക്തിപരമായി നമുക്ക് രണ്ടുപേർക്കും കൂടെ അത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ഉറപ്പിക്കാൻ ഒരു മെക്കാനിസം ഇല്ല. കിട്ടുന്ന ന്യൂസുകളിനകത്തൊന്നും നമുക്ക് ഡെഡ്യൂസ് ചെയ്യാനേ കഴിയുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് അവസാനവും ഇറാന്റെ മിസൈലുകള് അവിടെ എല്ലാം പതിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അതിനകത്തൊന്ന് കഴിഞ്ഞങ്ങ് ഇറങ്ങാം എന്ന് വിചാരിക്കാവുന്ന ഒരു സ്ഥലം അമേരിക്കയ്ക്ക് ഇല്ല. അമേരിക്കയ്ക്ക് ഡാമേജിങ് ആയിട്ട് തീർന്നിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മുഴുവൻ. ആദ്യമൊക്കെ കമേനിയെ കൊല്ലുകയൊക്കെ ചെയ്തത് അവര് വലിയ മുന്നേറ്റം നടന്നതുപോലെ നിന്നിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിനുശേഷം പക്ഷെ ഇഷ്ടംപോലെ മിസൈൽസ് ഇറാൻ അയക്കുന്ന വഴി
ഇറാന്റെ എല്ലാ പ്രഹരശേഷിയും നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോരാനായിട്ടാണ് ശ്രമിച്ചത്. അത് നടന്നില്ല. അവിടെയാണ് നിൽക്കുന്നത്. അതിനുവേണ്ടി അത് ഡ്രാമ എന്നുള്ളതല്ല, അവർക്ക് അവിടുന്ന് ഊരി പോരേണ്ട ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതൊരു ഒരേ സമയം ചർച്ചയുടെ വാഗ്ദാനങ്ങൾ നടത്തുകയും ട്രംപ് ചുറ്റിലുമുള്ള രാജ്യങ്ങളെ വിളിക്കുകയും എല്ലാവരെയും മൃദു സമീപനം എടുക്കുകയും ഇപ്പുറത്തു കൂടെ സൈന്യത്തെ അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. അല്ല, അത് ശരിയാണ്. അത് ഇന്ന് തുടങ്ങിയ പണിയൊന്നുമല്ല. അവരെല്ലാ ചർച്ചയും ഇതുവരെ നടന്ന എല്ലാ ചർച്ചയ്ക്ക് ശേഷവും യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് അവര്. അത് അവരുടെ ടാക്ടിക്സ് ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങൾ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭാവിക്കേണ്ട ആവശ്യം അവർക്കുണ്ട്. അത് ഇന്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റാനൊന്നും ആർക്കും കഴിയാതെ ഇരിക്കുന്നതുകൊണ്ടൊക്കെയാണ്. പക്ഷെ അതേസമയത്ത് അമേരിക്കയ്ക്ക് ലോകവ്യാപകമായ സൈനിക താവളമുള്ള ഒരു രാജ്യമാണ്. അതിന് എല്ലാവരെയും ശ്വാസം മുട്ടിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഒരേ സമയത്ത് തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോയിട്ടൊന്നുമില്ലല്ലോ. ഒരു ഔട്ട്റൈറ്റ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ നഷ്ടം ഉണ്ടാകുന്ന സ്ഥലത്താണ്. അല്ലാതെ കൊച്ചു രാജ്യങ്ങളെ മാത്രമേ സത്യത്തിൽ ആക്രമിച്ച് അങ്ങനെ കീഴടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുപോലൊരു രാജ്യമല്ല ഇറാൻ. ഇറാൻ എന്ന് പറയുന്നതിന് വലിയൊരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്, റിസോൾവ് ഉണ്ട്, യുദ്ധം ചെയ്യാനായിട്ടുള്ള റിസോൾവ് ഉണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് അവർ വിചാരിച്ചിട്ട് അവരുടെ ഭരണ സംവിധാനങ്ങളെ തകർത്ത് അവർക്ക് പകരം ഒരാളെ വെക്കാനായിട്ട് ഒക്കെ സാധാരണ മറ്റുള്ളിടത്ത് എല്ലാം ചെയ്തിരുന്നത് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അത് നീണ്ടുപോകുന്നത്. അപ്പം പലതരത്തിൽ അത് ഇടപെട്ട് അത് എവിടെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ അമേരിക്കയ്ക്ക് നഷ്ടമാണ് ആ നിലവാരത്തിൽ അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പിന്നെ ഈ ടൈം കിട്ടുക എന്ന് പറയുന്നത് ആയുധങ്ങൾ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയുള്ള സമയം കാലയളവ് ഇതിനകത്ത് ഈ പറയുന്ന ഡിസ്കഷനകത്തെല്ലാം കിട്ടും. ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ അത് യുദ്ധം അവസാനിപ്പിക്കുന്ന നിലവാരത്തിലല്ലാതെ കൺഫ്രണ്ട് ചെയ്യുന്ന നിലവാരത്തിലാണല്ലോ ഹോർമൂസ് കടലിടക്ക് പണം പിരിക്കുന്നിടത്തേക്ക് അവര് മാറിയത്. അപ്പൊ അവിടെ എല്ലാം ഞങ്ങൾ ഇടപെടുന്ന ട്രംപ് പറയുന്നത് ഹോർമൂസ് കടലിടക്ക് തുറന്ന് കിട്ടാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ അതവിടെ തുറന്നു കിടക്കുകയായിരുന്നു. ഒരു പ്രശ്നം ഇല്ലാതിരുന്നിടത്താണ് ബോംബ് ചെയ്തിട്ടാണ് അതിപ്പോ ഈ ഒരു പ്രശ്നം ആക്കി മാറ്റിയത് എന്ന് എല്ലാവർക്കും കാണാം. ഇപ്പൊ ചൈനക്കാര് അവരുടെ ഓയിൽ കൊണ്ടുപോരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നഷ്ടം, രാഷ്ട്രീയ നഷ്ടം ഉണ്ടാക്കുന്ന അവിടെയാ. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് ഇപ്പൊ ചൈനീസ് കപ്പലും ഒക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു എസ്കലേഷനിലേക്ക് പോകുന്ന യുദ്ധം വിപുലപ്പെടുന്നു, വലുതാകുന്നു എന്ന് വിചാരിക്കായിരുന്നു. അതൊന്നും നടക്കുന്നില്ല. ഈ പറച്ചിലുകൾ മാത്രമേ ഇപ്പൊ നടക്കുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം ഇതൊക്കെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യപ്പെടുന്ന തരത്തിൽ, നിറവേറ്റപ്പെടുന്ന നിലവാരത്തിലൊക്കെ ഓരോന്നും നടക്കുന്നുണ്ടെങ്കിൽ അവര് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതല്ലാതെ നമുക്കിപ്പോ പറഞ്ഞാൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മുഴുവൻ അമേരിക്കക്കാരുടെ ഇൻഫർമേഷൻ ആണ് നമുക്ക് ലോകവ്യാപകമായിട്ടുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് അതോടെ അവിടെ കൂടെ ഒക്കെ ചോർന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ സത്യത്തിൽ നമുക്കുള്ളൂ റിലേ ചെയ്യാനായിട്ട്. അമേരിക്കയിൽ നിന്ന് ജെഫ്രി സാക്സ് ആണ് നമുക്ക് ഒരു എന്തെങ്കിലും നിലവാരത്തിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയുകയും അവിടുത്തെ യാഥാർത്ഥ്യം പറയുകയൊക്കെ ചെയ്യുന്നത്. അയാളിൽ നിന്ന് മാത്രമാണ് അങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ നമുക്ക് അറിഞ്ഞൂടാ. ഈ സ്പെക്കുലേറ്റ് ചെയ്ത് മിണ്ടാനായിട്ട് മാത്രമേ നമുക്കും കഴിയുള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം ശരിയാണെന്നുള്ള നിലപാടിലൊന്നുമല്ല. പക്ഷെ നമുക്ക് കാണാം, ഒരു എന്താ പറയണ്ടേ, പണ്ടത്തെ ഒരു ആപ്പ് വലിച്ചൂരിയ കുരങ്ങന്റെ കൂട്ടൊരു സ്ഥലം അമേരിക്കയ്ക്ക് എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. ഇറാഖിലോ ലിബിയയിലോ സിറിയയിലോ ഒക്കെ ഉണ്ടായിരുന്ന സ്പേസ് എന്തായാലും ഇവിടെ ഇല്ല. അത് നമുക്ക് കാണാം. മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ കടലിടുക്ക് അവര് ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചോ, ചൈനയ്ക്ക് ഓയിൽ പോകാതിരിക്കുക എന്ന് പറയുന്നതിനാണ് അവർക്ക് അത് ചെയ്യേണ്ടത്. പക്ഷെ ചൈനീസ് കപ്പലിനെ ആക്രമിക്കാനായിട്ട് അവർ തയ്യാറായില്ല എന്നുള്ള ഒരു ന്യൂസ് കിടപ്പുണ്ട്. അപ്പം അതൊരു പ്രശ്നമാണ്. അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനകത്തൂടെ മുകളിൽ കൂടെ അസർബൈജാന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ ഈ ഓയില് ചൈനയ്ക്ക് കൊണ്ടുപോകാൻ പറ്റും, കരയ്ക്കൂടെ തന്നെ. അപ്പം അതുകൊണ്ട്
ഈ ബ്ലോക്കേഡ് ചൈനയെ ബാധിക്കാതെ കടത്തിക്കൊണ്ടുപോകാൻ ചൈനക്കാരന് കഴിയുകയും ചെയ്യും. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയണ്ടേ, കരയ്ക്കൂടെ കൊണ്ടുവരുന്ന വോളിയത്തിനേക്കാളും കൂടുതൽ എളുപ്പമാണ് കപ്പലിൽ കൂടെ കൊണ്ടുവരുന്നത്. അതിനൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത്തരത്തിലുള്ള ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം കരയ്ക്കൂടെ അവർക്ക് ഓൾറെഡി റോഡും റെയിലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇഫക്റ്റീവ് ആകത്തില്ല, അവർ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അത് ഇഫക്റ്റീവ് ആകത്തില്ല. യഥാർത്ഥത്തിൽ അത് ബാധിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് കൊറിയക്കാർക്കും ജപ്പാൻകാർക്കുമാണ് ശരിക്കും പറഞ്ഞ ഇറാനിൽ നിന്ന് ഓയില് വേണ്ടത്. അവരുടെ തന്നെ അലൈസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത് ഒത്തിരി നാള് നീട്ടിക്കൊണ്ടുപോകാനൊന്നും അമേരിക്ക വിചാരിച്ചാലും കഴിയില്ല. അവരുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല ഓയിലിന്റെ വില ഇപ്പൊ $100 മേളിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാരലിന്. അത് ഓരോ ദിവസം കഴിയുന്തോറും അത് വർദ്ധിക്കുകയാണ്. അത് മറികടക്കാൻ വേണ്ടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ആ പണം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ബ്ലോക്കേഡ് എന്ന് പറയുന്ന നാടകം അവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന് പിന്നെ ഇതുവരെ നമ്മൾ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവര് ഡിഫെൻസീവിലാണ്, US ഇന്ന് ഡിഫെൻസീവിലാണ്. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ആ ഒരാഴ്ചത്തേക്ക് ഒക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ലെബനനകത്ത് ബോംബ് ചെയ്ത ഇസ്രയേലിനെതിരായിട്ട് യൂറോപ്പിലുള്ള ഒത്തിരി രാജ്യങ്ങൾ അവരുമായിട്ടുള്ള വ്യാപാര കരാർ മാറ്റുകയും നിർത്തുകയും ഇങ്ങനെയുള്ള സാധനം മുഴുവനുണ്ട്. അതെല്ലാം അവർക്ക് പ്രശ്നമാക്കിയിട്ടുണ്ട്. അപ്പം ഇസ്രയേലും അമേരിക്കയും കൂടെ തമ്മിലുള്ള ഈ ഒരു ഇടപാടിനകത്ത് എന്തായാലും ഇപ്പൊ അവർക്ക് ഒരു ഇറാനെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന സകല സാധനവും സ്കൂളും കോളേജും എല്ലാം അവർ ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. അത് നിൽക്കുമ്പോൾ തന്നെയും പക്ഷെ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയാതിരിക്കുകയാണ്. ലോസ് ആണ് ഇസ്രയേലിനും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പൊതുവെ ഈ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ കൂട്ടക്കുരുതികൾക്കും കൂട്ടുനിൽക്കുക എന്നുള്ളത് യൂറോപ്പിന്റെ ഒരു നോർമൽ ശൈലിയായിരുന്നു. അതിന് വ്യത്യസ്തമായിട്ട് ഈ യുദ്ധത്തില് അമേരിക്കയെയും ഇസ്രായേലിനെയും വിശ്വസിക്കാത്ത യൂറോപ്പിനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതാ ഇസ്രയേലിനെതിരായിട്ട് വ്യാപാര കരാറുകൾ വിച്ഛേദിപ്പിക്കുകയും അമേരിക്കയ്ക്ക് തന്നെ എതിരായിട്ട് സ്പെയിനൊക്കെ നിലപാടെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ അവരുടെ നഷ്ടങ്ങൾ തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം വിചാരിച്ച പോലെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് കടന്നില്ല എന്നുള്ളത് മാത്രമല്ല, തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നു പൊളിറ്റിക്കല്, രാഷ്ട്രീയമായിട്ട്. ഇപ്പൊ ഒരു രാജ്യം എന്നുള്ള നിലവാരത്തില് ഇറാൻ കൊടുത്ത വില വലുതാ, നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ചെറിയ കാര്യമൊന്നുമല്ല. സ്കൂളും ഹോസ്പിറ്റലും എല്ലാം അവർ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റീബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള കാശ് ഈ ഹോർമോസ് കടലിടുക്കി കൂടെ അവർ വാങ്ങിച്ചെടുക്കുന്നു എന്ന് പറയുന്നതാണ് ഇറാന്റെ ആ ലെവലിലുള്ള ഒരു വിജയം. അല്ല ഇവര് ഇപ്പൊ കോമ്പൻസേഷൻ തന്നിട്ട് അമേരിക്ക പോയാ മതി എന്ന് പറയാനും വേണ്ടി അവരെ പിടിച്ചു നിർത്താനൊന്നും ആർക്കും പറ്റത്തില്ലല്ലോ. അപ്പൊ അത് ഇറാൻ വിചാരിച്ചാലും പാടാണല്ലോ. അവിടൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കപ്പലുകള് ചാർജ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പണം എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അത് ചെറിയ കാശല്ല മേടിക്കുന്നത്, $2 മില്യൺ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അവിടെ പോകുന്ന കപ്പലുകളുടെ എണ്ണം വെച്ച് പരിശോധിച്ച് നോക്കിയാൽ 1-2 വർഷം കൊണ്ട് അവർക്ക് ആവശ്യത്തിന് കാശ് പിരിച്ചെടുത്ത് ഇതൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഇറാന്റെ കണക്കുകൂട്ടൽ. ഇതേ സമയത്ത് തന്നെ ഈ സാങ്കേതിക വിദ്യയ്ക്കകത്തൂടെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം, നേരത്തെ ഇപ്പം അമേരിക്കയൊക്കെ വിന്യസിച്ചിരുന്ന മിസൈൽസ് ആയാലും അവരുപയോഗിക്കുന്ന പ്ലെയിൻ ആയാലും ഒക്കെ അത് അപ് ടു ഡേറ്റും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട സാധനങ്ങളല്ല ഈ ഭാഗങ്ങളിലൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് അതിനൊക്കെ ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സാങ്കേതിക വിദ്യ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത് അപ്ഗ്രേഡ് അമേരിക്ക ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏറ്റവും അവസാനത്തെ യുദ്ധത്തിന് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതിവിടെ കൊണ്ടുവന്ന് ഇത് ഇറാന്റെ മണ്ടയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് അവർ ആലോചിക്കുന്നില്ല. കാരണം ഇപ്പൊ റഷ്യയായിട്ടോ ചൈനയായിട്ടോ ഒരു യുദ്ധം ഉണ്ടായി പോയാൽ അപ്പോഴത് ഉപയോഗിക്കണമെന്ന് ആലോചിക്കുന്ന സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതൊന്നും അവർ ഉപയോഗിക്കാൻ സാധ്യതയില്ല. കാരണം യുദ്ധം വലുതായി പോയാൽ അപ്പോ സാങ്കേതിക വിദ്യയിൽ മികവുള്ളവർ വിജയിച്ചു പോകും. യൂറോപ്യൻ യൂണിയൻ എന്ന് നാറ്റോ സഖ്യം ഇതിനൊക്കെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആഴവും പരപ്പും ഒക്കെ എത്രത്തോളം ആണെന്നുള്ളത് ഈ വരുന്ന മാസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഈ ഇസ്രയേലിനെതിരായിട്ട് ഇത്രയധികം നിലപാടുകൾ യൂറോപ്പിൽ എടുക്കപ്പെട്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റേതെന്നുണ്ടെങ്കിൽ ജർമ്മൻകാര് അവരെ
ഉപദ്രവിച്ചിരുന്നു, അവരെ മറ്റേ ഓഷ്വിറ്റ്സിട്ട് കത്തിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ ലൈസൻസ് ഉപയോഗിച്ചിട്ട് എന്ത് മര്യാദകേട് കാണിച്ചാലും അതിനെല്ലാം ന്യായം നമ്മൾ പറയാൻ ബാധ്യത വരും. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരു ട്രോമ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള മനുഷ്യരെ മുഴുവൻ ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് ഒരു സൈക്കോപത്ത് മാറുന്നത് പോലെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇസ്രായേൽ പെരുമാറുന്നത്. നമുക്കൊക്കെ പ്രശ്നമല്ലേ? നമ്മളിപ്പോ ആലോചിച്ചാൽ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ ജർമ്മനിയില് കത്തിച്ച് കളഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമ്മളെ എല്ലാം ഡിഫെൻസീവിലാക്കുന്ന ഒരു പോയിന്റാണ്. പക്ഷേ ഇപ്പൊ ഇസ്രയേൽ ചെയ്യുന്നത് ഈ ജൂതന്മാർ ചെയ്തിരുന്ന അതേ പ്രവൃത്തിയാണ്, അല്ല ജൂതന്മാർക്കെതിരെ ചെയ്തിരുന്ന ജർമ്മൻകാർ ചെയ്തിരുന്നതിനേക്കാളും മോശമായിട്ടാണ് ഇസ്രയേൽ പെരുമാറുന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പൊ അറിയുന്ന ഒരു സ്ഥലത്തായിട്ടുണ്ട്. പക്ഷെ എന്നും നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഇപ്പം സകല സ്ഥലത്ത് അവരെ ബോംബ് ചെയ്യുന്ന സമയത്ത് ബോംബ് ചെയ്യാനായിട്ടുള്ള സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്ന ഖത്തറ്, ഈ സൗദി അറേബ്യ, UAE ഈ പ്രദേശത്തേക്ക് അവരുടെ ഇതിലേക്കല്ല, ഈ ആയുധം സൂക്ഷിച്ചു വെച്ചിരുന്ന, അമേരിക്കയുടെ ആയുധം സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളിലേക്കാണ് ഈ ഇറാൻ മിസൈൽ അയച്ചത്. അപ്പൊ ആ അയച്ചത് അവരുടെ രാജ്യത്തിനെ ആക്രമിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ പറയുകയും, എന്നാൽ ഈ അമേരിക്കക്ക് ഇത് ഇടം കൊടുത്തിട്ടാണ് ഈ ആക്രമണം ഉണ്ടായെന്ന് പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഖത്തറെല്ലാം ചെയ്തത്. അൺപ്രൊവോക്ഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഒരു പ്രൊവോക്കേഷനും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന്. അത് നല്ല തമാശയല്ലേ. കുവൈറ്റിലൊക്കെ ഈ അമേരിക്കൻ പട്ടാളത്തിന് സ്ഥലവും സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നവരാണ് ഈ പറയുന്ന രാജ്യങ്ങളല്ല. പക്ഷെ അൺപ്രൊവോക്ഡ് എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, അമേരിക്കയുടെ താവളം ഇവിടെ പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ലൈനിലാണ് അവരുടെ രാജ്യത്തേക്ക് ഇറാൻ ആക്രമിച്ചു എന്നുള്ള ലൈനിലാണ് പറയുന്നത്. അപ്പം ഇറാൻ ഒരു സ്കൂളിലോ കോളേജിനകത്തോ യൂണിവേഴ്സിറ്റിയിലോ ഹോസ്പിറ്റലിലോ ഒന്നും ബോംബ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോംബ് ചെയ്തത് അമേരിക്കൻ പട്ടാള സ്ഥലങ്ങളിലാണ്. അത് ഈ രാജ്യങ്ങളെല്ലാം അതിന് പ്രൊവൈഡ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ആൾക്കാരുടെ മണ്ടയിലോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് കാണാമല്ലോ. അപ്പം ആ നിലവാരത്തിലുള്ള ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഇവരാരും തന്നെ ഈ പറയുന്ന സൗദി അറേബ്യയോ UAEയോ ഖത്തറോ അല്ലെങ്കിൽ കുവൈറ്റോ ഒന്നും തന്നെയും അവരുടെ പട്ടാളമൊക്കെ ഇറക്കി യുദ്ധത്തിനകത്ത് നേരിട്ടങ്ങ് ചെയ്യാം എന്ന് ഇതുവരെ ചെയ്തില്ല, ഇനി ചെയ്യത്തില്ല എന്നുള്ള നിലപാടൊന്നുമല്ല, ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കും അറിയാം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാത്തവരൊന്നും അല്ല അവരാരും. ആ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ പഴയ പറഞ്ഞ സാമന്ത രാജ്യങ്ങളാണ്, വാസൽ സ്റ്റേറ്റ്സ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയുമെന്നൊക്കെ നമുക്ക് തോന്നുമെന്നെങ്കിലും അവർക്കൊന്നും കഴിയില്ല. അമേരിക്ക പറയുന്നത് അനുസരിക്കുകയേ പറ്റുള്ളൂ. അപ്പൊ ഇതും നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ഭയങ്കര ശക്തിയായിട്ട് അവിടെ ഇരിക്കുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യം നമുക്കില്ല. അമേരിക്കയുടെ പട്ടാളം നോക്കുന്ന സ്ഥലമാണെന്നുള്ള മാത്രം മനസ്സിലാക്കിയാൽ മതി. സൗദി അറേബ്യയിലെ രാജാവ് ഒക്കെ തന്നെ ട്രംപ് പറഞ്ഞ ഒരു വരിയുണ്ട്, ഹി വാസ് കിസിങ് മൈ ആസ് എന്ന്. ഒന്ന് ആലോചിച്ചാണ്, സൗദി അറേബ്യയിലെ രാജാവ് അമേരിക്കയിൽ പോയി അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ ഉപയോഗിച്ച വാക്കാണ്, ഒരു പ്രസിഡന്റ് വേറൊരു രാജ്യത്തെ രാജാവിനോട് പറ്റി പറഞ്ഞ വരികയാണെന്ന് ഓർക്കണം. അപ്പൊ എത്രത്തോളം പുച്ഛത്തോടാണ് അയാൾ ആ മനുഷ്യരെയൊക്കെ കാണുന്നത് എന്നുള്ള കാര്യം നമുക്ക് വേറെ തരത്തിൽ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് അവരെ സംബന്ധിച്ചോളം അവരുടെ മേൽക്കൈയോടെ അവർ പിൻവാങ്ങി എന്ന് പറയുന്നതിനുള്ള ഒരു ഇടം നോക്കുന്നതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്കത് എന്താ പറയണ്ടേ, ഒരു ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥലം. അത് സാങ്കേതിക വിദ്യ ഇറാൻ തന്നെ ധാരാളം വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ഇല്ലാതിരിക്കുന്നത് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതും കാണാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ചൈനക്കാരുടെയും റഷ്യക്കാരുടെയും സപ്പോർട്ട് അവർക്കുണ്ട്. അത് കരയിലൂടെ തന്നെ അവർക്ക് സപ്ലൈ ചെയ്യാൻ കഴിയും. അതിലെ കടലിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും അത് പരിഹരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതിങ്ങനെ, ഞാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താണ് വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ യുദ്ധം വ്യാപകമായ എല്ലാവർക്കും നഷ്ടം ഉണ്ടാകുമെന്ന് അറിയുന്ന ലോകത്താണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് എത്രയും ചെറുതായിട്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്നതിനെ പറ്റി മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇനിയൊരു ലോകമഹായുദ്ധമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാമെന്ന് പറയാവുന്ന ആയുധങ്ങളല്ല ഇന്ന് മനുഷ്യരുടെ കയ്യിലുള്ളത്. അതൊരു റിട്ടേൺ ഒന്നുമില്ല.
മാത്രമല്ല ഇപ്പൊ നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പെട്രോളിന് നമ്മളിവിടെ എന്താണ് പുകയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറയുമ്പോഴാണ് ഈ ടാങ്കറിന്റെ ഒക്കെ മണ്ടയിൽ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം. അത് കാരണം കൊണ്ട് നമ്മളൊരു 100 കൊല്ലം കൊണ്ട് എത്തിച്ചേരണമെന്ന് ആലോചിക്കുന്ന ഈ പൊല്യൂഷന്റെ പുറകിന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഈ യുദ്ധത്തിനകത്ത് കൂടുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് ലോകവ്യാപകമായ എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻസ് ധാരാളം ഉണ്ടാകാൻ പോവുകയാണ്. അതിന്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി യുദ്ധത്തിന്റെ യഥാർത്ഥത്തിലുള്ള അതുകൊണ്ടുണ്ടാകുന്ന എക്കണോമിക് റിസഷൻ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഇറാനിലെ റിഫൈൻ ചെയ്യുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. അപ്പൊ ലോകവ്യാപകമായിട്ട് കൃഷി വികസിപ്പിക്കാനായിട്ട് വേണ്ടി ആവശ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഒന്നും തന്നെ അവിടുന്ന് ഉണ്ടായി വരത്തില്ല. അതിനുള്ള റോ മെറ്റീരിയൽസ് കിട്ടത്തില്ല. ഇത് നമ്മളെല്ലാം ബാധിക്കും. വരുന്ന 2-3 വർഷം എടുക്കും. ഇപ്പൊ നടന്ന ഈ യുദ്ധത്തിനകത്തുനിന്ന് നമുക്ക് മോചിച്ച് ഈ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ലോകവ്യാപകമായി ഉണ്ടായിരുന്ന ഒരു പ്രോസ്പെരിറ്റി ഉണ്ട്. അതിനെല്ലാം തിരിച്ചടി ഉണ്ടാവും. അതൊക്കെ വരാനിരിക്കുന്ന സാധനങ്ങളും കൂടെ. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അത് അമേരിക്ക തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല, നിർത്തേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ യുദ്ധം നിർത്താനുള്ള ഒരു സാധ്യത ഇപ്പോഴുണ്ടോ? പ്രത്യേകിച്ച് ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകളിലൊന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയുടെ സൈനിക താവളങ്ങളെ പിൻവലിക്കണം എന്നുള്ളതാണ്. ഒരേ സമയം ഭീമമായ സാമ്പത്തിക ലാഭം ലഭിക്കുകയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ കൈയടക്കി ഭരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതിനെതിരെയുള്ള ആ ഡിമാൻഡ് അമേരിക്ക അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അമേരിക്ക സമ്മതിക്കുന്ന കാര്യമല്ല. ഇപ്പൊ അവര് അത് ഡിസ്ട്രോയ് ചെയ്തത് നന്നാക്കാതിരിക്കാൻ പറ്റുമല്ലോ. അല്ലാതെ അവരങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്തായാലും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പണ്ട് ദുര്യോധനെ പറ്റി പറയും. ദുര്യോധനൻ ചത്ത് കിടക്കുമ്പോഴും കാല് മേളിൽ പൊക്കി വെച്ചിട്ടാ കിടന്ന് ചത്തതെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതുപോലെ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്കതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. അവരുടെ എക്കോണമി ആയാലും അവരുടെ ലോകത്തിനെ പറ്റിയുള്ള അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ സൈന്യ താവളങ്ങൾ എന്ന് പറയുന്നത് ഏഷ്യന്നല്ല ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാറ്റിയാല് ഒരു 10-20 എണ്ണം മാറ്റുക എന്നുള്ളത് അർത്ഥമേ ഉള്ളൂ. അപ്പോഴും 750 എണ്ണത്തിനകത്തുനിന്ന് 20 മാറി 700 എണ്ണം വീണ്ടും ഇല്ലേ? അങ്ങനൊന്നും അങ്ങ് തീരത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അമേരിക്കയിൽ തന്നെ അമേരിക്കയിലെ ജനത തീരുമാനിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവര് ഇത്തരത്തിലുള്ള പ്രസിഡന്റുമാരെയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിപ്പബ്ലിക്കൻസ് എന്നും ഡെമോക്രാറ്റ്സ് എന്നും വിളിക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ആ രാജ്യം വ്യത്യസ്തമൊന്നും അല്ല ഈ ഡെമോക്രാറ്റ്സ് ഭരിച്ചാലും റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ഒക്കെ. അപ്പൊ അതൊക്കെ അമേരിക്കൻ ജനത തന്നെ തീരുമാനിക്കുന്ന സ്ഥലമാണ്. അവർക്ക് ജനാധിപത്യം ഉണ്ടാകേണ്ടത്. ഒബാമ ഭരിക്കുമ്പോഴല്ലേ ലിബിയയില് കലാപം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ലേ, നമ്മള് ഒബാമ ജയിക്കുന്ന സമയത്ത് നമ്മളെല്ലാം സന്തോഷിച്ചിട്ടുള്ളതല്ലേ. അതിന്റെ ഒരു ഗുണപരതയും നമ്മള് കണ്ടെത്തേയില്ല, അനുഭവിച്ചിട്ടേയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം. അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പൊ മുർമു സ്ത്രീയാണ്, മുർമു ആദിവാസിയാണ്. അത് കാരണം കൊണ്ട് ആദിവാസികളും സ്ത്രീകളുടെ ജീവിതമൊക്കെ ഇവിടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള സാധനമാണ്. കേരളനാരായണൻ വരുന്ന സമയത്ത് ഒക്കെ ഇവിടുത്തെ ജാതീയമായ മാറ്റമൊക്കെ അങ്ങ് ഉണ്ടായെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള തെറ്റിദ്ധാരണകളൊന്നും നമുക്ക് ആർക്കും പാടില്ല. അങ്ങനൊന്നും അല്ല. ഇത് ഓരോ വീട്ടിനകത്തും ഓരോ സ്ഥലങ്ങളിലും എൻട്രൻസ് ചെയ്തിരിക്കുന്ന അതിനകത്തേക്ക് കടന്നു നിൽക്കുന്നതാണ് ഈ തരത്തിലുള്ള വിവേചനങ്ങളും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മുകളിൽ കുതിര കയറുന്നതിന് വേണ്ടിയുള്ള ന്യായങ്ങളുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിതൊരു അടുത്തൊരു 50-100 വർഷം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടാൽ മതി. അമേരിക്ക ഇവിടുന്ന് ഇനി അത്ര എളുപ്പത്തിൽ അവർക്ക് അവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഇനി അവർ പോകുമ്പോഴും ഈ പഴയതുപോലെ അവർക്ക് അത് ഇനിയും നിലനിർത്താൻ കഴിയില്ല. ഓൾറെഡി ഓയിൽ മേടിക്കുന്നത് ചൈനക്കാരുടെ പണത്തിൽ മേടിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ചൈനയും റഷ്യയും തമ്മിലുള്ള കച്ചവടത്തിനകത്ത് റൂബിളും യുവാനും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ളതിനകത്തൊക്കെ രൂപ ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ സകല കച്ചവടവും അമേരിക്കൻ ബാങ്കിനകത്തൂടെ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു, ഇത്തരത്തിലുള്ള എല്ലാ കച്ചവടങ്ങളും.
സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഇത്. അതിന് പകരം ചൈനക്കാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാറും എന്ന് നമുക്ക് സംശയമൊന്നും വേണ്ട. അതിനെടുക്കുന്ന കാലം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഡിസ്കഷനാണ്. അമേരിക്കൻ ഹെജിമണി എന്ന് പറയുന്ന സാധനം മേൽക്കൈ നേടി എല്ലാവരെയും ശ്വാസം മുട്ടിക്കുന്ന, അവരുടെ ഇഷ്ടം പോലെ അവർ പെരുമാറാനും ഒരു സ്വർണവും വെക്കാതെ വെറുതെ പ്രിന്റ് ചെയ്ത ഡോളർ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർക്കുക എന്ന് പറയുന്ന എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഏരിയകളിനകത്തൊക്കെ അവർക്ക് തിരിച്ചടി ഉണ്ടാകും. അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വലിയ കെട്ടിടം വീഴുമ്പോൾ താഴെയുള്ളതിനെല്ലാം തകർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ്. അത് അത്ര എളുപ്പമല്ല. അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ ഒപ്പമുള്ള ഒരു രാജ്യമായിട്ടും ജനാധിപത്യപരമായിട്ട് അവർ പെരുമാറുന്നു. അവരുടെ നാട്ടിനകത്ത് ജനാധിപത്യം ഉണ്ടെന്ന് അഭിനയിക്കുകയും ബാക്കിയുള്ളിടത്ത് മുഴുവനും മര്യാദയായിട്ട് പെരുമാറുന്ന ഒരു ഇമ്പീരിയലിസ്റ്റ് രാജ്യമാണ്. അതിനൊന്നും നമുക്കൊരു സംശയവും വേണം. അല്ലെങ്കിൽ 750 സൈനിക താവളം എന്തിനാണ് അവർക്കുള്ളതെന്നുള്ളതിന് ഉത്തരം എല്ലാവരും പറയണം. അമേരിക്കയിൽ ജനാധിപത്യമാണ്, അമേരിക്ക ജനാധിപത്യ രാജ്യമാണെങ്കിൽ അവർക്ക് എങ്ങനെ 750 സൈന്യ താവളം? അവരുടെ രാജ്യത്തിനെ സംരക്ഷിക്കാനുള്ള ഡിഫൻസ് എന്നുള്ള നിലവാരത്തിലാണല്ലോ എല്ലാവരും മിലിറ്ററിയെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായമൊക്കെ പറയുമല്ലോ. ഈ പറയുന്ന ന്യായം പറയുന്നത് അമേരിക്കയ്ക്ക് എങ്ങനെ ചേരും എന്ന് പറയണ്ടേ? അപ്പൊ അങ്ങനെയല്ലല്ലോ. അതൊക്കെ നമുക്ക് വെറുതെ വളരെ പ്രകടമായി ബാക്കിയുള്ളവരെ കീഴടക്കാൻ വേണ്ടി കീഴടക്കി ഭരിക്കുന്ന, എല്ലാവരുടെയും കൈപിടിച്ച് തിരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ തകർച്ചയാണ് നമ്മൾ മുന്നേ കാണുന്നത്. അതിന് തകരാനായിട്ട് ഉള്ള കാരണമായിട്ട് ഇറാൻ മാറി എന്നുള്ളത് നമുക്ക് കാണാം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന പല വിഷയങ്ങളും, ഇത്തരം യുദ്ധങ്ങളായാലും കലാപങ്ങളായാലും, അത് ചെന്ന് നിൽക്കുന്നത് എപ്പോഴും ഫലസ്തീൻ ഇഷ്യൂലായി കാണാൻ പറ്റും. ഈ ഫലസ്തീൻ ഇഷ്യൂല് ഇപ്പൊ അറബ് രാജ്യങ്ങൾ ഒരു പരിധിവരെ അവർ പരിതപിക്കും, അവരവിടേക്ക് സഹായം എത്തിക്കുകയും സാധനങ്ങളായൊക്കെ ഒക്കെ ചെയ്യുമ്പോഴും ഈ ഫലസ്തീൻ മണ്ണിലുള്ള ചോരയിൽ ഒരു പരിധിവരെ ഈ അറബികളുടെ കയ്യിൽ ഏതർത്ഥത്തിൽ എന്ന് ചോദിച്ചാൽ ഓയിലിൽ നിന്ന് കിട്ടുന്ന മണിയാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. ആ മണി തന്നെയാണ് തിരിച്ച് ഇസ്രായേലിലേക്ക് ചെല്ലുകയും ഈ കൂട്ടക്കുരുതി വംശത്തേക്കും ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ അറബികളുടെ വിലാപം എത്രത്തോളം സത്യസന്ധമാണെന്നാണ് തോന്നുന്നത്? അറബികൾക്ക് ഏജൻസി ഒന്നും ഇല്ലടൂ, വെറുതെ അങ്ങനെ പറയാതെ. ഇയാൾ പറയുന്ന കേട്ടതൊന്നും സൗദി അറേബ്യക്ക് സ്വന്തമായിട്ട് എന്താണ് എക്സിസ്റ്റൻസ് ഉള്ളത്? അങ്ങനെ പറയാതെ നമ്മളിത് പറയുന്ന കേൾക്കുമ്പം ആ രാജ്യങ്ങളൊക്കെ അമേരിക്ക പ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ്. അതിനകത്ത് സ്വതന്ത്രമായി സ്വന്തമായ ഇലക്ഷനുള്ള ഏക രാജ്യമാണ് ഇറാൻ. അല്പം പ്രതിഷേധം കാണിച്ചതിനാണ് ഈ ലിബിയക്കാരനെയും ഇറാഖുകാരനെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അത് കഴിയാതിരിക്കുന്ന നിലവാരത്തിലേക്ക് ലോകം മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ചൈനയും റഷ്യയും ഇറാനും തമ്മിലുള്ള ഐക്യമാണ് സത്യത്തിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ത്രെറ്റ്. അതിന് ജപ്പാൻ ഒരു സ്വതന്ത്ര രാജ്യമാണ്. അത് സ്വതന്ത്ര രാജ്യമൊന്നുമല്ല. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് അമേരിക്കയ്ക്ക് കീഴടങ്ങിയ അന്ന് തൊട്ട് അമേരിക്കൻ വാസൽ രാഷ്ട്രമാണത്. സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമല്ല, അത് അമേരിക്കയിലെ സാമന്ത രാജ്യമാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാവും. നമുക്ക് നോർത്ത് കൊറിയ മര്യാദഘട്ട രാജ്യമായിട്ട് മാത്രമേ നമുക്കറിയാവൂ, അല്ലാതെ വേറൊന്നും നമുക്കറിഞ്ഞൂടാ. പക്ഷെ ഈ സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇപ്പൊ സാംസങ് കമ്പനി എന്ന് പറയുന്നത് അമേരിക്ക നടത്തുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. എക്കണോമിക്സ് അറിയാവുന്നവർക്ക് ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവരുടെ ഹെജിമണി എന്ന് പറയുന്ന, അവരുടെ മേൽക്കൈയുള്ള നടുനായകത്വമുള്ള ഒരു ലോകത്താണ് നമ്മൾ ഉണ്ടായിരുന്നത്. അതിനൊരു ബ്രേക്ക് ഉണ്ടായിരിക്കുന്ന പോയിന്റാണ് ഇപ്പൊ ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത്. അത് റഷ്യക്കും ചൈനയ്ക്കും അവരെ ചലഞ്ച് ചെയ്യത്തക്കവണ്ണം അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാണ്. സ്വന്തം കമ്പോളങ്ങളിൽ തന്നെ നല്ല കാശുണ്ടാക്കാൻ കഴിയുന്ന രാജ്യങ്ങളായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ മാറിയത് കൊണ്ടാണ് ചൈനയിലേക്ക് ആന്തരികമായിട്ടുള്ള വലിയ കമ്പോളം 140 കോടി ജനങ്ങൾക്ക് ഉള്ള അതാണ് അവരുടെ ഏറ്റവും വലിയ കഴിവായിട്ട് മാറുന്നത്. അവരുടെ സാധനങ്ങൾ വിൽക്കാൻ അവരുടെ രാജ്യം തന്നെ മതി. അവിടെ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ സ്വന്തം കമ്പോളമുള്ള മറ്റേയൊക്കെ കൊച്ചു രാജ്യങ്ങളാ. അവർക്ക് ആ രാജ്യത്ത് അവരുടെ സാധനങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യയിൽ ഉണ്ടാകുന്ന ഓയിൽ അവർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാനൊക്കെ അങ്ങനെയൊന്നും കഴിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ സ്വതന്ത്ര രാജ്യങ്ങളാണ് ഇതൊക്കെയാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് വേണമെങ്കിൽ പറഞ്ഞല്ലേ, ട്രംപിന് ഒരു സംശയമൊന്നും ഇല്ലല്ലോ. ഹി വാസ് കിസിങ് മൈ ആസ് എന്ന്
പ്രയോഗിക്കണമെങ്കിൽ എത്ര പുച്ഛത്തോടെയാണ് ഏറ്റവും വലിയ രാജ്യവും വലിയ സമ്പന്നമായ രാജ്യമായി ഇരിക്കുന്ന സൗദി അറേബ്യയിലെ രാജാവിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ കാണണ്ട. അറബ് രാജ്യത്തിന് സ്വന്തമായ അസ്തിത്വമൊന്നുമില്ല. അറബ് രാജാക്കന്മാരെന്ന് പറയുന്നതൊക്കെ ഈ അമേരിക്കയുടെ സ്റ്റൂജസ് ആണ്. അവരുടെ അവര് സ്ഥാപിച്ച രാജവംശം അവിടെ ഉള്ളു. അവിടെ നേരത്തെ തൊട്ട് ഒരു ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇറാഖും ഇറാനും ഒക്കെയാണ്. അല്ല, സൗദി അറേബ്യയിൽ ഒരു ചരിത്രവും അവിടുത്തെ രാജാവിനൊരു ചരിത്രവും ഒന്നുമില്ല. ഖത്തറിലും ഒന്നും ഇല്ല. അവിടെ മീനെ പിടിച്ച് നടന്നിരുന്ന അവിടുത്തെ ശരിക്കും പറഞ്ഞ വേട്ടാവളിയന്മാരെന്ന് പറയുന്നവന്മാരെ എല്ലാം പിടിച്ച് രാജാക്കന്മാരാക്കി മാറ്റിയതൊക്കെ ഈ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരോട് ചേർന്നുണ്ടാക്കിയതാണ്. അവർ പ്രോപ്പപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വന്തമായ അസ്തിത്വവും വ്യക്തിത്വവും ഇല്ല. അതുകൊണ്ട് അതൊന്നും അവരെല്ലാവരും പഠിക്കുന്നത്, ഈ രാജവംശത്തിലുള്ളവർ മുഴുവൻ പഠിക്കുന്നത് അമേരിക്കയിലാണ്. അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതൊന്നും കണ്ട് ഇയാള് ഈ അറബുകാരെല്ലാരും കൂടെ എന്തോ അവരാരും ഐക്യപ്പെട്ട് നിൽക്കുന്നൊന്നുമില്ല, ഒറ്റപ്പെട്ടവർ തന്നെയാണ്. അങ്ങനത്തെ ഒരു ലക്ഷണത്തിൽ ഒരു സമയത്ത് ഒരു മുൻകൈയിൽ ഉണ്ടാകുന്നായിരുന്ന ഒപ്പക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായത്, ഓയിൽ പ്രൊഡ്യൂസിങ് രാജ്യങ്ങളെല്ലാം കൂടെ. അത് ഒറ്റ തവണ കൊണ്ട് തന്നെ അതിന്റെ വില കൂട്ടിയപ്പോ അമേരിക്കയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവരത് തകർത്ത് കളയുകയും ചെയ്തതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ലോകക്രമം അവർ മെനക്കെട്ട് നടന്ന് ഈ പറയുന്ന 750 സൈന്യ താവളത്തിലൂടെ ഈ റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ തകർത്ത് തൊട്ട് ഓരോ രാജ്യങ്ങളെയും അവർ നിയന്ത്രിച്ചതിന് ആഫ്രിക്കയിലൊക്കെ ഉള്ള സകല രാജ്യങ്ങളെയും ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് നമ്മുടെ ഇന്ത്യ പോലും ഇന്ന് ട്രംപിന്റെ കാല് നക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ രാജ്യം മാറിയില്ലേ? നേരത്തെ അങ്ങനെയായിരുന്നു. ചെറിയാര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതാണ്. ബ്രിക് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ നിന്നാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് അതുണ്ടായത്. അതിനകത്ത് ബ്രിക്കിന്റെ ഇന്ന് ഇറാനായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന കീഴടങ്ങിപ്പോയ ഒരു രാജ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ചേരിചേര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന രാജ്യമാണ്. അതുകൊണ്ട് അങ്ങനെ അവര് അത്രയും മുഷ്കും ബലവും അവർക്കുണ്ട്. ഒരു മടിയില്ലായിരുന്നല്ലോ. ഇറാനിലെ കപ്പൽ ഈ ഇന്ത്യക്കാരുടെ അടുത്ത് ഇന്ന് അവർക്ക് പൊട്ടിച്ചു കളയാൻ അവർക്ക് കഴിഞ്ഞില്ലേ? അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലേ? ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഇറാനിയൻ കപ്പലിന് അതിനകത്ത് ആയുധമില്ലാതിരിക്കുന്ന സമയത്ത് അവര് ആയുധം ഇല്ലാതെ വരണമെന്ന് ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാർ ഇവിടെ ഇത് റിഹേഴ്സൽ നടത്തുന്നതിനാണ്. ആ കപ്പൽ പൊട്ടിച്ചിട്ട് ഒരു പ്രതിഷേധം ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ വായിക്കാത്തൊന്നും വീണിട്ടില്ല. അങ്ങനത്തെ ഒരു വാസൽ സാമന്ത രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടില്ലേ? ബ്രിക്കിനകത്തുനിന്ന് പുറത്തായി പോകുന്ന സ്ഥലത്താണ് ഇന്ന് ഇന്ത്യ ഉള്ളത്. ഞാൻ പറഞ്ഞാൽ അവിടെ ഇറാൻ കയറി നിൽക്കാൻ പോകുന്നതാണ് ആ ഇന്ത്യക്ക് പകരം ബ്രിക്ക് എന്ന് പറയുന്ന അവസാനം അവരുടെ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു സ്ഥലമാണെന്ന് ഓർക്കണം. ആ ഏരിയ ഒക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്ഥലവും കൂടാണ്. എന്നിട്ട് നേരെ ഇപ്പൊ നമ്മൾ വെറുതെ നോക്കിയാൽ മതി, ട്രംപ്, നേതന്യാഹു, മോദി എന്ന് പറയുന്ന മൂവരും കൂടെ ആണ് ശരിക്കും പറഞ്ഞ് നിൽക്കുന്നത്. അപമാനിതമായി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഈ നെഗോഷിയേഷന് പാകിസ്ഥാനാണ് ചെയ്തത്. ഇതും നമ്മൾ കാണുന്നത്. അവിടെ പരാജയപ്പെടുമ്പോൾ പോലും പാകിസ്ഥാൻ ഹോൾഡ് ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇല്ലേ? നമുക്ക് ആ റോളൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരു വരി പോലും പറയാതെ ഇവിടെ തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണല്ലോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിയണം. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഇത്രയും കാലം വിശ്വഗുരു ഞാൻ പറഞ്ഞല്ലേ, അഭിനയിക്കാനൊക്കെ ആൾക്കാർക്ക് പറ്റും, പക്ഷെ രാഷ്ട്രീയമായിട്ട് കഴിവ് വേണം. ഡിസൈസീവ് ആയിട്ട് നിൽക്കാൻ അറിയേണ്ടതുണ്ട്. ഈ അമേരിക്കയുടെ സൈഡ് പിടിച്ചാൽ പോലും ഇത് നെഗോഷിയേഷന്റെ അകത്തൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉപയോഗിക്കണ്ടേ? അതൊന്നും കഴിഞ്ഞില്ല. പരാജയപ്പെട്ടു പോയ ഒരു രാജ്യവും ജനതയായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ അനുഭവിക്കുന്ന ദുരിതമാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ നഷ്ടമാണ്. അതൊക്കെ നേതൃത്വം ഉണ്ടായിരിക്കേണ്ട രാജ്യം അതിനുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പൊ UN-നകത്ത് സെക്യൂരിറ്റി കൗൺസിലിൽ ഇരിക്കാതിരിക്കുമ്പോഴും ചേരിചേര പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ലോകവ്യാപകമായ രാഷ്ട്രീയം നിർണയിക്കാൻ കഴിയുകയുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതൊക്കെ പോയി. അതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹൗഡി മോഡി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോവുക, അയാളെ അവിടുന്ന് ക്ഷണിച്ചുകൊണ്ടുവന്ന് ഗുജറാത്തിൽ കൊണ്ടുവന്ന് നടക്കുക എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ചെയ്തോടെ
അയാളുടെ എക്സ്റ്റൻഷൻ മാത്രമായിട്ട് മാറിപ്പോയില്ലേ രാജ്യം? അപമാനിതമായി നിൽക്കേണ്ടത് നമ്മളാണ്. ഇതാണ് സ്ഥലം. അപ്പൊ ഇതൊക്കെ ഇതിന് അപ്പുറത്തോട്ട് ഈ രാജ്യത്തിനകത്ത് നമുക്ക് ഈ നമ്മുടെ രാജ്യവും മറ്റ് സ്ഥാപനവും ഒക്കെ സ്ഥാനം തിരിച്ചു പിടിച്ച് ഒരു ഒരു ഈ അമേരിക്കൻ മേധാവിത്വത്തിന് കീഴ്പ്പെടാതെ ആൾക്കാര് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഇന്ന് ചെയ്യപ്പെടേണ്ടത്. അത് ചൈനയും റഷ്യയും ഇറാനും കൂടെ യോജിക്കുന്ന സ്ഥലത്ത് ഇന്ത്യ ഉണ്ടാകേണ്ടതാണ്. അതില്ലാതെയും പോയി. നഷ്ടം ഈ പറയുന്ന രാജ്യങ്ങൾ മാത്രമല്ല, നമുക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാ സാമ്പത്തികമായി പലതരത്തിൽ ലാഭം ഉണ്ടാകുന്നത് റഷ്യക്കാരാണെങ്കിൽ പഴയ ചരിത്രം കൊണ്ടാണ് റഷ്യക്കാർ ഇവിടെ കൊടുക്കുന്നത്. പഴയ ചരിത്രം കൊണ്ടാണ് ഇറാൻ ഇപ്പോഴും കൊടുക്കുന്നത്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന സമയത്ത് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ, അത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ഔന്നത്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ബാർഗെയിനിങ് പവർ കൂട്ടുന്നതിന് കഴിയാതെ പോയിരിക്കുന്ന ഒരു പരാജയപ്പെട്ട ഗവൺമെന്റിന്റെ കീഴിലായി നമ്മൾ പോയി എന്നുള്ളതാണ് കഷ്ടം. അതുകൊണ്ട് യുദ്ധത്തിൽ തോറ്റവരുടെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തും. ഈ യുദ്ധത്തിനൊക്കെ പൊതുവെ കാരണമായി പറയുന്നത് തീവ്രവാദം മറ്റ് രാജ്യങ്ങളിലുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചാരണം. പക്ഷേ കഴിഞ്ഞ ട്രംപിന്റെ പ്രവർത്തികളിലൊക്കെ തന്നെ അദ്ദേഹം യേശു ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുകയും ക്രിസ്ത്യൻ രാജ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത് അദ്ദേഹം മതം മുന്നോട്ട് വെക്കുന്ന ഒരു തീവ്രബോധം തന്നെയല്ലേ? അത് ഞാൻ കഴിഞ്ഞ തവണ തന്നെ നേരത്തെ ഞാനത് സൂചിപ്പിച്ചതാണ്. ഇവിടുത്തെ വിദ്വാൻ അമ്പലം ഉണ്ടാക്കി അതിനകത്ത് പൂജാരിയായിട്ട് മാറുന്ന വേഷം കെട്ടി നിൽക്കുമ്പോ അവിടെ ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് ഹൗസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പ്രാകൃതരായ മനുഷ്യരാണ്. അവർക്ക് എങ്ങനെങ്കിലും വോട്ട് പിടിച്ച് ജയിക്കണമെന്നുള്ളതല്ല, അത് വേറെ ഒരു ഉദ്ദേശവും അവർക്കില്ല. പാവം പിടിച്ച മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്ന ഭരണാധികാരികളാണ് ഇതെല്ലാം. ഇസ്രയേലിൽ അവിടെ ചോസൻ ഫ്യൂ ആണെന്ന് പറഞ്ഞിട്ട് അയാൾ നടത്തുന്നത്. ഇവിടെ ഹിന്ദുത്വ മുന്നണി ഉണ്ടാക്കിയെടുത്ത് അതിനകത്ത് ക്ഷേത്രം നടത്തുന്ന പൂജാരിയായിട്ട് അഭിനയിക്കുന്ന മോദിയും അവിടെ ഹല്ലേലൂയ പാടി ഇരിക്കുന്ന ട്രംപും, അത് എപ്സ്റ്റീൻ ഫയലിനകത്തൊക്കെ ഇരിക്കുന്ന പാർട്ടികളാണ് ഇതെല്ലാം. അതും കൂടെ നമ്മൾ ആലോചിക്കണം. അവന്മാരാണ് ഈ തരത്തിലുള്ള സാധനങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മുടെ മുന്നില് നല്ല ആളുകളായി ഇരിക്കാനായിട്ട്, ജനാധിപത്യത്തിന്റെ വക്താക്കളായി ഒക്കെ ഇരിക്കുന്നത് എത്ര അപമാനകരമായ അനുഭവമാണ്. അത് കഷ്ടമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ആ ലെവലില്. എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്ക് ഈ നെതന്യാഹുവിന്റെ കയ്യിൽ വളരെ സോളിഡ് ആയിട്ടുള്ള വല്ല പ്രൂഫും ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടാവുമോ? അതായിരിക്കും. ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആള് ഇസ്രയേലിന്റെ സൃഷ്ടിയാണ്, അതിന് ഒരു സംശയവും വേണ്ട. എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് അയാളുടെ ആ ഐലൻഡിനകത്ത്, അയാളുടെ ആ കെട്ടിടത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ മുഴുവനും ഈ ചെന്ന മുഴുവൻ ആൾക്കാരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ് ഈ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ എവിടെ നിന്നുള്ള തെളിവൊന്നുമല്ല. അവര് തന്നെ ഇവരെ നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയ സാധനമാണ്. അതുകൊണ്ട് അത് അയാളൊരു മൊസാദിന്റെ ആളാണെന്ന് കാണാൻ പറ്റും എപ്സ്റ്റീനെ. അമേരിക്കയെ ഉള്ളം കയ്യിൽ നിർത്താൻ വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത്. അമേരിക്ക മാത്രമല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മാത്രമല്ല, വ്യക്തികളായിട്ട് നിൽക്കുന്ന എവിടെല്ലാം രാഷ്ട്രീയവും സാമൂഹികവുമായി എന്തിനാ എഴുത്തുകാര്, സിനിമാക്കാര് എല്ലാരും അവർ പിടിച്ചിട്ടുണ്ട്. അവര് അത് സോളിഡായിട്ട് അവർക്ക് ആ മുഴുവൻ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തില് തെളിവുകൾ ഉത്പാദിപ്പിച്ചിരുന്നതാണത്. അതാണ് എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത്. അത് ഇതുവരെയും ഡിസ്കസ് ചെയ്യാൻ തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ വ്യാപ്തിയോ ആഴമോ ഒന്നും തന്നെയും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം അവര് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ദുബായിലേക്ക് രാഷ്ട്രീയമായി പങ്കുവഹിച്ചിരുന്ന വ്യക്തികളും അതുപോലെ വലിയ വലിയ മുതലാളിമാരും വലിയ വലിയ സ്ഥാപന ഉടമകളൊക്കെ അതിൽ പെട്ടിട്ടുണ്ടെന്ന് കേട്ടു. അല്ലെ, അത് ഇയാൾ പറയുന്ന രാഷ്ട്രീയക്കാരായിരിക്കുന്നവരും ഫൈനാൻഷ്യലായ അത് മാത്രമല്ല, കൾച്ചറലി മുന്നേ നിന്ന ആൾക്കാരെ മുഴുവൻ അവർ പിടിച്ചിട്ടുണ്ട്. സിനിമയോട് ബന്ധപ്പെട്ട് എഴുത്തുകാരായിരിക്കുന്നവര്, രാഷ്ട്രീയമായിട്ടുള്ള സംസാരിക്കുന്നവരെ മുഴുവൻ അവർ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അത്രത്തോളം ഇന്റലിജൻഷ്യയെ മുഴുവനും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവ് അവർക്ക് വേണ്ടി അവരുണ്ടാക്കിയതാണ് എപ്സ്റ്റീൻ ഫയൽ. അല്ല, എപ്സ്റ്റീനെ പറ്റി ഉണ്ടാക്കിയ ഫയലല്ല അത്. എപ്സ്റ്റീൻ ഫയൽ എന്ന് അറിയപ്പെടുന്നു. തെളിവ് ശേഖരിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അതുകൊണ്ടല്ലേ ഒരു കെട്ടിടം നിറച്ച് ക്യാമറ വെച്ച്
വീഡിയോ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള അന്വേഷിക്കേണ്ടത്. അത് ഒരു സൈക്കോപ്പത്തിന്റെ എന്തോ ഒരു സാധനമൊന്നും അല്ലത്. ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, രാഷ്ട്രീയമായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യാനായിട്ട് അവർ ഡിസൈൻ ചെയ്തൊരു സാധനമാണ്. അതിന്റെ സോഴ്സ് ഇസ്രയേൽ തന്നെയാണെന്ന് കാണാനും പറ്റും. കാരണം അത് അത്രത്തോളം അവരുമായിട്ട് കണക്റ്റഡ് ആണ് എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആള്. അതിനുവേണ്ടി അയാള് വലിയ ധനവാനായിട്ട് ജനിച്ച ആളൊന്നുമല്ല. അയാളുടെ വീട്ടുകാരോ അച്ഛനോ ഒന്നും കൊടുത്ത കാശും അല്ലത്. ആ കാശൊക്കെ എവിടുന്ന് വന്നു എന്ന് പറയണ്ടേ. അപ്പൊ അതൊക്കെ ഇതുപോലെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ മേളിലുള്ള ഡിസ്കഷൻ തന്നെ അത് ഒന്ന് തുറന്നു കാട്ടപ്പെടുന്ന നിലവാരത്തിൽ ഇൻഫർമേഷൻ വന്നെങ്കിലേ പറ്റുള്ളൂ. അത് ഇപ്പൊ ചോർന്നു വരുന്ന കാര്യമേ ഉള്ളു എന്ന് പറഞ്ഞാൽ കാണിക്കാനും എടുക്കാനും പറ്റുന്ന നിലവാരത്തിലുള്ള, അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ചോർന്നു വരുന്ന സാധനം നമുക്ക് കാണാൻ പറ്റുന്നുള്ളതെന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ രാഷ്ട്രീയമായിട്ട് വായിക്കാൻ അറിയുന്നവർക്ക് അതെല്ലാം കാണാൻ പറ്റും, എങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈ രാജ്യത്തുള്ള എല്ലാ ഭരണാധികാരികളെയും അവിടെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നവരെ മുഴുവൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മുതലാളിമാരെയും അവര് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഒപ്പീനിയൻ മേക്കേഴ്സും നമ്മൾ പറയുന്നവരെ മുഴുവൻ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. അങ്ങനെയാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നവരായിട്ട് അവരിയ്ക്കുന്നത്. അപ്പൊ അതിന്റെ വെളിപ്പെടലുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പറയുന്ന രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരും സാമ്പത്തിക മേഖലയിലുള്ളവരും ശാസ്ത്രീയ മേഖലയിലുള്ളവരെയും വരെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ ഒറ്റ ഇതുകൊണ്ട് തുറന്നു കാട്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോകത്ത് അങ്ങോട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നെതന്യാഹുവിന്റെ പപ്പറ്റായിട്ട് ട്രംപ് വർക്ക് ചെയ്യുന്നത് പോലെ തോന്നാനുള്ള ഒരു കാരണം ഇതൊക്കെ ആയിരിക്കും അല്ലേ? അല്ല, അത് ഇതിനേക്കാളും നീണ്ടതാണ്. ട്രംപ് വരുന്നതിന് മുമ്പുള്ളവരെ എല്ലാം ഇതേ പപ്പറ്റാക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. അത് വേറെയാണ്. ജൂത ലോബി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. അത് ഇപ്പൊ തുടങ്ങിയ ഒരു പ്രശ്നമൊന്നുമല്ല. ഇസ്രയേൽ ഉണ്ടാക്കുന്നതിന് പോലും മുൻകൈ വന്നിരിക്കുന്ന അങ്ങനെയാണ്. ധനം ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും അവർ വളരെ മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു സമൂഹമാണ്. എല്ലാ സ്ഥലത്തും ജൂതന്മാരെ എല്ലാവരും വെറുത്തു എന്ന് പറയുമ്പം എന്തുകൊണ്ട് വെറുത്തു എന്നുള്ള ചോദ്യം ആരും ചോദിക്കുന്നില്ല. ചുമ്മാ അങ്ങ് വെറുക്കുമായിരുന്നോ? അതിനുള്ള പണിയൊക്കെ അവന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ അറിയണം. അത് വേറൊരു തരത്തില് നമുക്ക് ഇനി ഒരിക്കൽ ഡീറ്റെയിൽ ചെയ്യാം. എന്താണ് ഈ ലോകവ്യാപകമായ ജൂതവിരോധം, എല്ലാ രാജ്യത്തു നിന്ന് അവരെ ഓടിച്ചു വിട്ടു എന്നൊക്കെ കഥ പറയുമ്പോൾ ബാക്കി എത്രയോ ജനത എവിടെല്ലാം മൈഗ്രേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് ഓടിച്ചു വിട്ടില്ല എന്നുള്ള ചോദ്യം ചോദിക്കണ്ടേ?